ആർക്ക് ആത്മാർത്ഥതയില്ലെന്ന് പറഞ്ഞാലും ആത്മാർത്ഥതയുടെ കാര്യത്തിൽ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്. കരോളിസിന് ആത്മാർത്ഥതയില്ലെങ്കിലും, നിഖിലിന് ആത്മാർത്ഥതയില്ലെങ്കിലും, പുതിയ കോച്ചിന് ആത്മാർത്ഥതയില്ലെങ്കിലും, ഫാൻസിന് ആത്മാർത്ഥതയില്ലെങ്കിലും, ഇനി വർഷങ്ങളായിട്ട് ഇവിടെയുള്ള താരങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെങ്കിലും, അഡ്രിയാൻ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാലാഖയ്ക്ക് ആത്മാർത്ഥത എന്താണെന്ന് അറിയാം. അതിൻ്റെ വില അറിയാം. അയാൾ അത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന അഭിമുഖത്തിലും അഡ്രിയാൻ ലൂണ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4 വർഷമായിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് 11 വർഷമായിട്ട് ഒരു കിരീടത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കാലവും ആ ഒരു കിരീടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കപ്പ് ഉയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആവുക എന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അഡ്രിയാൻ ലൂണ എന്ന ഇതിഹാസ പുരുഷൻ നായകനായപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നം കണ്ടു തുടങ്ങി. അഡ്രിയാൻ ലൂണയുടെ വാക്കുകളിലെ ദൃഢനിശ്ചയം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ഞാൻ തുടരുന്നുണ്ട്. ഈ ഒരു സീസണും കൂടെ ആകുമ്പോൾ 4 വർഷം ആവുകയാണ്. എന്നിട്ടും എനിക്കിവിടെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 11 വർഷമായിട്ടൊരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നേടാൻ കഴിഞ്ഞിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടുന്ന ആദ്യ നായകനാവുക എന്നുള്ളതാണ് നിലവിൽ എൻ്റെ പേഴ്സണൽ ഗോൾ. എൻ്റെ വ്യക്തിപരമായ ലക്ഷ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടുകയാണ് എന്ന് പറയുമ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗോളല്ല, പേഴ്സണൽ ഇൻഡിവിജ്വൽ ഗോൾ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം നേടുന്ന ആദ്യ നായകനാവുകയാണെന്ന് ലൂണ പറയുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥത ആ മനുഷ്യൻ ഈ ക്ലബിനോടും ഈ ബാഡ്ജിനോടും ഉണ്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു.